വെൽക്കം ടു DG സൊല്യൂഷൻസ്. വസ്തുവിൻ്റെ അളവ് അതായത് വിസ്തീർണം 6 സ്ക്വയർ മീറ്ററുമായിട്ട് തന്നിരിക്കുന്നത് എത്ര സെൻറ്റാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? പലർക്കും ഇത് എങ്ങനെയാണെന്ന് അറിയാം, എന്നാൽ കൂടുതൽ പേർക്കും ഇത് അറിയില്ല. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ വസ്തുവിൻ്റെ രേഖകളിൽ അതിൻ്റെ വിസ്തീർണം 7×6 60 സ്ക്വയർ മീറ്റർ, അങ്ങനെ 6 സ്ക്വയർ മീറ്ററും ആയിട്ടാണ് എഴുതി കാണുന്നത്. ഇത് എത്ര സെൻറ്റാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായി 7×6 60 സ്ക്വയർ മീറ്റർ എന്ന വിസ്തീർണത്തെ എങ്ങനെ സെൻറ്റാക്കി മാറ്റാം? 7×6 60 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 7×6 + 60 സ്ക്വയർ മീറ്റർ എന്നാണ്. ഈ അളവിൽ ആർ എന്നും സ്ക്വയർ മീറ്റർ എന്നും 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ അളവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ ആദ്യം ഇതിനെ ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അതായത് ഒന്നുകിൽ ആർ എന്ന യൂണിറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന യൂണിറ്റിലേക്ക് മാറ്റണം. ആറിലേക്ക് മാറ്റുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ആറിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ 7 എന്നത് ആർ എന്ന യൂണിറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതിയാകും. എന്നിട്ട് 60 സ്ക്വയർ മീറ്ററിനെ ആർ ആക്കി മാറ്റുക. അതിന് 60നെ 100 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. കാരണം ഒരു ആർ എന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. 60നെ 100 കൊണ്ട് ഹരിച്ചാൽ 0.60 ആർ എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? 7R + 0.60 ആർ. ഇപ്പോൾ 7.60 ആർ എന്ന് കിട്ടി. ഇനി ആറിനെ സെൻറ്റാക്കി മാറ്റാൻ 2.47 കൊണ്ട് ഗുണിക്കണം. കാരണം ഒരു ആർ എന്നത് 2.47 സെൻറ്റാണ്. അതായത് 7.60 ആർ ഗുണം 2.47, അപ്പോൾ 18.77 സെൻറ്റ് എന്ന് കിട്ടും. അതായത് 7×6 60 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 18.77 സെൻറ്റ് ആയിരിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായി പറയാം. ഒരു വസ്തുവിൻ്റെ അളവ് 7×6 60 സ്ക്വയർ മീറ്റർ എന്ന് തന്നിരുന്നാൽ അത് 7.60 ആർ ആയിരിക്കും. എന്നിട്ട് ഇതിനെ 2.47 കൊണ്ട് ഗുണിച്ചാൽ സെൻറ്റിലുള്ള അളവ് കിട്ടും. അതായത് 18.77 സെൻറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ കരമടച്ച രസീതെടുത്ത് നിങ്ങളുടെ വസ്തു എത്ര സെൻറ്റാണെന്ന് സ്വയം മനസ്സിലാക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.